പാകിസ്ഥാനിലെ അടച്ചിട്ട മുറികളിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്നത് യഥാർത്ഥ സമാധാന ചർച്ചയാണോ അതോ ലോകത്തെ പറ്റിക്കാനുള്ള ഒരു വമ്പൻ നാടകമാണോ? പാകിസ്ഥാൻ എന്ന ബ്രോക്കറെ മുൻനിർത്തി അമേരിക്ക കളിച്ച ഈ കളിയുടെ ചുരുളഴിയുമ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു താൽക്കാലിക ഇടവേള വന്നിരിക്കുന്നു എന്നത് ശരിയാണ്. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇപ്പോൾ കൊണ്ടുപോകുന്നത് പാകിസ്ഥാനുമാണ്. ട്രംപിന്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ അസീം മുനീറും ഷഹബാസ് ഷെരീഫും ചേർന്ന് നടത്തിയ ഈ മധ്യസ്ഥതയെ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ പുകഴ്ത്തുന്നുമുണ്ട്. എന്നാൽ ഇതിനു പിന്നിൽ അമേരിക്കയുടെ ചില ഗതികേടുകൾ ഉണ്ട് എന്നത് പറയാതെ വയ്യ. ഹോർമൂസ് കടലിടുക്കിലൂടെ ചരക്ക് നീക്കം തടസ്സപ്പെട്ടതും യുദ്ധത്തിൽ അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ തകർന്നു വീണതും ട്രംപിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. വാസ്തവത്തിൽ ഈ നാണക്കേടിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിയൂരാൻ അമേരിക്ക കണ്ടെത്തിയ ഒരു എളുപ്പവഴിയായിരുന്നു പാകിസ്ഥാൻ. പണം കൊടുത്താൽ ഏത് പണിക്കും തയ്യാറുള്ള പാകിസ്ഥാനെ ഉപയോഗിച്ച് തൽക്കാലം ഒരു ഡിപ്ലോമാറ്റിക് പോസ് അല്ലെങ്കിൽ നയതന്ത്രപരമായ ഇടവേള ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ നിലപാട് ശ്രദ്ധേയമാകുന്നത്. പാകിസ്ഥാനെ പോലെ ഒരു PR വർക്കിനോ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റാനോ ഇന്ത്യ ശ്രമിച്ചിട്ടില്ല. ഒരു മേജർ പവർ എന്ന നിലയിൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾ യഥാർത്ഥത്തിൽ മറ്റൊന്നാണ്. ഇതിനിടയിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ 10ഓളം കപ്പലുകൾ സുരക്ഷിതമായി കടത്തിവിട്ട ഇന്ത്യയുടെ നയതന്ത്ര വിജയം പലരും കാണാതെ പോവുകയാണ്. പാകിസ്ഥാനെ പോലെ ബ്രോക്കറിംഗിന് നിൽക്കാതെ സ്വന്തം ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഇവിടെ ഇന്ത്യ ശ്രമിച്ചത്. ഇന്ത്യ നൽകിയ ഒരു മുന്നറിയിപ്പും ഇവിടെ വളരെ പ്രധാനമാണ്. ഇറാനിലുള്ള ഇന്ത്യക്കാർ എത്രയും പെട്ടെന്ന് മടങ്ങണം. ഈ വെടിനിർത്തലിന് എത്ര ആയുസുണ്ടെന്ന് ഇന്ത്യക്ക് കൃത്യമായി അറിയാം. അതായത് ശക്തി മാത്രം പോരാ, അല്പം ബുദ്ധിയും പ്രയോഗിക്കണമെന്നർത്ഥം. യുദ്ധം അവസാനിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. സമാധാനം വേണമെങ്കിൽ ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവൻ വിട്ടുകൊടുക്കണമെന്നാണ് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ആവശ്യം. എന്നാൽ ഇത് ഇറാന് ആത്മഹത്യാപരമാണ്. ഈ ചർച്ചകളിൽ ഇസ്രയേൽ ഒരു ഭാഗമേയല്ല എന്നതാണ് മറ്റൊരു സത്യം. ലെബനനിൽ ഇസ്രയേൽ ഇപ്പോഴും അതിമാരകമായ ആക്രമണം തുടരുകയാണ്. ഹിസ്ബുള്ളയെ തകർക്കാൻ നെതന്യാഹു ഉറച്ചു നിൽക്കുമ്പോൾ ഇറാൻ എങ്ങനെയാണ് വെറുതെ ഇരിക്കുക? നെതന്യാഹുവിന്റെ ഫിംഗർ ഓൺ ട്രിഗർ എന്ന നയം വ്യക്തമാക്കുന്നത് ഏത് നിമിഷവും യുദ്ധം പുനരാരംഭിക്കാം എന്നത് തന്നെയാണ്. സ്വന്തം രാജ്യത്തിനകത്ത് ജനരോഷവും പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദവും കാരണം നെതന്യാഹുവിന് ഈ യുദ്ധം പാതി വഴിയിൽ നിർത്താനും എന്തായാലും കഴിയില്ല. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ കൂടിയാണ്. ഇറാൻ തോൽവി സമ്മതിക്കുകയോ അല്ലെങ്കിൽ അമേരിക്ക തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറുകയോ ചെയ്യണം. ഇതിൽ രണ്ടിലൊന്നും സംഭവിക്കാതെ ഈ പോരാട്ടം അവസാനിക്കില്ല. ചൈനയുടെ പിന്തുണയോടെ പാകിസ്ഥാൻ നടത്തിയ ഈ മധ്യസ്ഥ ശ്രമം വെറുമൊരു താൽക്കാലിക ആശ്വാസം മാത്രമായി നമുക്കിവിടെ കണക്കാക്കാം. വ്യോമപാതകൾ ഏത് നിമിഷവും അടയ്ക്കപ്പെടാം, ബോംബുകൾ വീണ്ടും വർഷിക്കപ്പെടാം. എന്തു തന്നെ ആയാലും ലോകം ആഗ്രഹിക്കുന്നത് സമാധാനമാണെങ്കിലും അധികാരത്തിന്റെയും ആണവായുധത്തിന്റെയും പേരിൽ നടക്കുന്ന ഈ കളി ഇനിയും തുടരുമെന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഇത് അവസാനമല്ല, മറ്റൊരു വലിയ പൊട്ടിത്തെറിക്കുള്ള ഇടവേള മാത്രമായിരിക്കാം.